നമസ്തേ. ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്ര പൊരുത്തത്തെക്കുറിച്ചാണ്. നമ്മളുടെ ഇരു ഗ്രഹനിലകളും നമ്മൾ പരിശോധന ചെയ്യാൻ നേരത്ത് ഇത് യോജ്യമായിട്ടുള്ള വിവാഹ രീതിയാണോ എന്ന് അറിയാൻ നമുക്ക് ഈ ഒരു പരിശോധനയിൽ കൂടി പറ്റും. അതിലാദ്യം നക്ഷത്ര പൊരുത്തം നമ്മൾ നോക്കുക. രണ്ടാമത് നമ്മൾ ഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കണം. മൂന്നാമത് അവരുടെ ദശാസന്ധി, 4 ചൊവ്വാദോഷം. ഈ 4 കൂട്ട കാര്യങ്ങളും പ്രധാനപരമായി ചിന്തിച്ച് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ചാർത്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യണം. ഇല്ലാത്ത പക്ഷം നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇത് ഇന്നടുത്ത് കൊണ്ടുപോയി നോക്കി ഇന്ന ആളാണിത് പറഞ്ഞത്, അതിനുശേഷം ഞങ്ങൾക്കിതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് വെറുതെ നമ്മൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ആദ്യം തന്നെ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരു തീരുമാനമെടുക്കണം. ആ ഒരു ദക്ഷിണ വേണ്ട എന്നങ്ങ് വെച്ചേക്കണം. ചേർച്ച ഉള്ളത് മാത്രം യോജനീയമായിട്ട് ചെയ്തു കൊടുക്കുക. അല്ലാതെ വരുന്നതെല്ലാം അവോയ്ഡ് ചെയ്ത് തന്നെ വിട്ടേക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്ന് ആക്ഷേപങ്ങളുടെ ഒരു പെരുമരക്കാലം പെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ അവരുടെ ദീർഘമംഗല്യ യോഗമുണ്ടോ എന്നും കൂടെ പരിശോധന ചെയ്യണം. രണ്ടാമത് ഇവർക്ക് വൈവിധ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇടയ്ക്ക് നിന്ന് പോകേണ്ട സാഹചര്യമുണ്ടോ. ഇത് കൂടാതെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള ഐക്യത, അതേപോലെ തന്നെ സന്താനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ വിവാഹബന്ധം ദീർഘനാൾ മുമ്പോട്ട് പോകുമോ, ഇതെല്ലാം യോജ്യമായിട്ട് വരുന്നെങ്കിൽ മാത്രം കൈക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറയുക. ഇല്ലെങ്കിൽ ഇത് ചേരത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ പേരുദോഷത്തിൽ നിന്ന് കഴിയുന്നതും ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായാലും പൂജാരിമാരായാലും അതെല്ലാം ഒഴിവാക്കി വിട്ടിരുന്നാൽ ഭാവിയിൽ നമുക്ക് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് കാര്യം എങ്ങനെയെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തി നടത്തിച്ചു വെക്കും. പിന്നീട് ഇതിൻ്റെ പ്രശ്നങ്ങൾ കിടന്നാൽ അവർ അനുഭവിക്കുന്നിടത്തോളം കാലം അവരുടെ പ്രാക്ക് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ചേരുന്നത് മാത്രം നമ്മളത് സാറ്റിസ്ഫൈ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അതല്ലെങ്കിൽ വരുന്ന വിഷയം ഈശ്വരഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്തു നിന്നുമുള്ള ആ ശാപം നമ്മൾ കയറി മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ പൊരുത്ത പരിശോധനകൾ വളരെ സീനിയറായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് തന്നെ നോക്കുന്നതും അത്തരം കാര്യങ്ങൾ പ്രായം നോക്കി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളടുത്ത് ചെന്ന് നമ്മൾ ഇച്ചിരി സമയം കണ്ടെത്തി അവിടെ ഇരുന്നാൽ തന്നെയും അവരതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും നമുക്ക് ഭാവിയിൽ ഒരു പ്രശ്നമില്ലാത്ത വിധം അത് പോവുകയും ചെയ്യും.